എല്ലാവർക്കും പ്രൊഡക്റ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങാം. ഇമാജിൻ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഒരു ഹൈക്കിങ്ങിന് പോവുകയാണെന്ന്. നിങ്ങൾ കയറാൻ ഉദ്ദേശിക്കുന്ന മലയുടെ താഴ്വാരത്ത് വഴിയിൽ താങ്കൾ ഒരു ബോർഡ് കാണുന്നു. അപകട മേഖല, മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മേഖല. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനപ്രകാരം ഇവിടെ മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലായതുകൊണ്ട് ഹൈക്കിംഗ് നിരോധിച്ചിരിക്കുന്നു. ഈ ഒരു ബോർഡ് കണ്ട് നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും ഒന്ന് ചിന്തിക്കുകയാണ്. നിങ്ങൾ സ്വയം കരുതുന്നത് നിങ്ങൾ ഭയങ്കര ബുദ്ധിപരമായി ചിന്തിക്കുന്ന മനുഷ്യനാണ്, എല്ലാ കാര്യങ്ങളെ യുക്തിപരമായി അനലൈസ് ചെയ്യുന്ന ആളാണ്, ആർഗ്യുമെൻസിനെ അതിൻ്റെ മെറിറ്റിൽ അനലൈസ് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള സ്വയം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് കരുതുക. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോട് ചോദിക്കുകയാണ്, എടാ എന്താ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ പറയുകയാണ്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞു എന്നതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പീൽ ടു അതോറിറ്റിയാണ് ചെയ്യുന്നത്. ഇത് ഒരു ന്യായവൈകല്യമാണ്, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ചേട്ടാ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ പഠിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അവിടുത്തെ ഒന്നൊരു വിജ്ഞാപനം വരുന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കണ്ടേ? നിങ്ങൾ ഈ ബോർഡ് കള്ളത്തരമാണോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആക്ച്വൽ വെബ്സൈറ്റിലേക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുന്നു. അവിടെയും ഈ ഒരു ന്യൂസ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ഇന്ന മേഖലകളിൽ മണ്ണിടിച്ചിലിന് സാധ്യത ഉള്ളതുകൊണ്ട് അവിടെ ഹൈക്കിങ്ങിന് പോകരുത് എന്ന് കാണുന്നു. അപ്പോൾ വീണ്ടും സംശയം, പോകണോ വേണ്ടയോ? അപ്പോഴൊക്കെ താങ്കളുടെ സുഹൃത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു കൂട്ടം എക്സ്പേർട്സിനെ വിശ്വസിച്ച് താങ്കൾ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റിയാണ്, അത് ന്യായവൈകല്യമാണെന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് ശരി? മെജോറിറ്റി ഓഫ് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ബോർഡ് നിങ്ങളൊരു സ്ഥലത്ത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോകാതിരിക്കുന്നതാണ് യുക്തിഭദ്രം എന്ന് പറയും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് യുക്തിഭദ്രം ആവുന്നത്? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ബോഡീസ് നമ്മുടെ സമൂഹം സൃഷ്ടിച്ചത് തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. ഈ വക വിഷയങ്ങളുടെ യാഥാർത്ഥ്യം എന്താണ്, ബെസ്റ്റ് തിങ് എന്താണ്, ബെസ്റ്റ് പോസിബിൾ മെത്തേഡ്സ് എന്താണ് എന്നാണ്. അല്ലെങ്കിൽ പിന്നെ ഓരോ വ്യക്തിക്കും സ്വന്തമായിട്ട് തന്നെ ചിന്തിച്ച് സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാമായിരുന്നല്ലോ. നമ്മൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസും എക്സ്പേർട്ട് ബോഡീസിനെ ഉണ്ടാക്കിയതിൻ്റെ ലക്ഷ്യം തന്നെ സമൂഹത്തിലേക്ക് മോർ ലൈക്ലി ടു ബി ട്രൂ എന്ന് കാണുന്ന എന്ന തരം ഇൻഫർമേഷൻസ് വരാനാണ്. അഥവാ ശരിയാവാൻ സാധ്യതയേറിയ അറിവുകൾ സമൂഹത്തിലെത്തിക്കാനാണ് നമ്മൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ വിശ്വസിക്കുക എന്നത് യുക്തിപരമാണ്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരും, അങ്ങനെയാണെങ്കിൽ ഈ അപ്പീൽ ടു അതോറിറ്റി ഫാലസി ഇരിക്കെ തന്നെ ഇത്തരം എക്സ്പേർട്ട് ഒപ്പീനിയൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നത് എങ്ങനെ റാഷണലാവും? കാരണം ഫാലസി ഉണ്ടെങ്കിൽ പിന്നെ അത് യുക്തിഭദ്രമല്ല, യുക്തിഭദ്രമാണെങ്കിൽ ഫാലസി ഉണ്ടാവാനും പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ അപ്പീൽ ടു അതോറിറ്റി ഫാലസി വരുന്നത്? അതിൻ്റെ ലളിതമായ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പീൽ ടു അതോറിറ്റി എന്താണെന്ന് പല ആളുകൾക്കും അറിയില്ല എന്നത് തന്നെയാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അപ്പീൽ ടു അതോറിറ്റി ഫാലസി എടുത്ത് തലങ്ങും വിലങ്ങും ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഉപയോഗിക്കുന്ന പല ആളുകളും അവരുടെ ഹിഡൻ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹിഡൻ കോൺസ്പിറസി തിയറീസ് സമൂഹത്തിൽ ഇറക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഫാലസികൾ എടുത്ത് ഇറക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആൻറ്റി ഇൻ്റലക്ച്വലിസം എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് വളരെ പ്രബലമാണ്. അതായത് ഈ വിഷയങ്ങൾ പഠിക്കുന്ന എക്സ്പേർട്സിനെക്കാട്ടിലും വിവരം ഞങ്ങൾക്കുണ്ടെന്ന് സ്വയം റിസർച്ച് ചെയ്ത് കണ്ടെത്തുന്ന പണ്ഡിതന്മാർ കൂടി വരുന്നുണ്ട്. ഇതൊരു ഡേഞ്ചറസ് മൂവാണ്. സമൂഹത്തിൽ ശരിയായ അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്നും കിട്ടുന്ന അറിവുകളെ നമ്മൾ സംശയിക്കുന്നു. ഓരോ വ്യക്തിയും അവനവൻ്റെ റിസർച്ച് ചെയ്ത് ഓരോരോ കോൺസ്പിറസി തിയറി വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ അതോറിറ്റീസിനൊന്നും അറിവില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. നമുക്ക് അപ്പീൽ ടു അതോറിറ്റി എന്താണെന്ന് നോക്കാം. അപ്പോൾ അപ്പീൽ ടു അതോറിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഒരു ലേമാൻ ലെവലിൽ നിന്ന് നമ്മൾ തുടങ്ങും, പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ്, പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ്, അങ്ങനെ ഒരു ലെയർ ബൈ ലെയർ നമുക്ക് അപ്പീൽ ടു അതോറിറ്റിയെ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാം. അതിനുശേഷം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കണ്ടുവരുന്ന ഇങ്ങനെ അപ്പീൽ ടു അതോറിറ്റി ഫാലസി ചലങ്ങും മലങ്ങും എടുത്ത് തെറ്റായ ആർഗ്യുമെൻസും അൺജസ്റ്റിഫൈഡ് ആർഗ്യുമെൻസും കോൺസ്പിറസി തിയറീസും സമൂഹത്തിലേക്ക് പുഷ് ചെയ്യാൻ ശ്രമിക്കുന്നവരുടെ ഒരു സൈക്കോളജി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ആദ്യമായിട്ട് തന്നെ വിക്കിപീഡിയ നോക്കാം. വിക്കിപീഡിയയിൽ അപ്പീൽ ടു അതോറിറ്റി പറ്റി പറയുന്നത് എന്താണ്? An argument from authority is a form of argument in which the opinion of an authority figure or figures is used as an evidence to support an argument. ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അതോറിറ്റിയെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതിന് ശേഷമുള്ള സെക്കൻഡ് പാരഗ്രാഫാണ് ഇൻട്രസ്റ്റിംഗ്. അതാണ് പലപ്പോഴും ഈ അപ്പീൽ ടു അതോറിറ്റി പറയുന്ന ആളുകൾ മിസ് ചെയ്യുന്നത്. However, in particular circumstances, it is sound to use as a practical, although fallible way of obtaining information that can be considered generally likely to be correct. അത് ചില സാഹചര്യങ്ങളിലും പർട്ടിക്കുലർ സർക്കംസ്റ്റാൻസസുകളിലും ഇത് സൗണ്ട് വേ ഓഫ് യൂസിങ് ആണ്. ഓൾദോ ഫാലിബിൾ ആണ്, അതായത് തെറ്റാവാൻ സാധ്യത ഉണ്ടെങ്കിലും ഇതൊരു സൗണ്ട് വേ ഓഫ് യൂസിങ് ആണ്. ഇത് ജനറലി ലൈക്ലി ടു ബി കറക്റ്റ് ആണ്, അതായത്
സാധാരണഗതിയിൽ ഇത്തരം അപ്പീലിംഗ് ചെയ്യുന്നത് ശരിയാവാനാണ് സാധ്യത കൂടുതൽ. എപ്പോൾ ഇഫ് the authority is a real and pertinent intellectual authority and there is a universal consensus about these statements in this field. അതായത് നിങ്ങൾ കോട്ട് ചെയ്യുന്ന അതോറിറ്റി ആ വിഷയത്തിലെ ഒരു നോളജബിൾ ആളാണ്, അയാൾ അതിലൊരു ആക്ച്വൽ എക്സ്പേർട്ടാണ്. അയാൾ പറയുന്ന കാര്യങ്ങളിൽ ആ ഡൊമൈനിൽ ഒരു കൺസെൻസസ് ഉണ്ടെങ്കിൽ ആ ആളെ കോട്ട് ചെയ്യുന്നത് ഒരു സൗണ്ട് ആൻഡ് റാഷണൽ വേ തന്നെയാണ് എന്നാണ് ഈവൻ വിക്കിപീഡിയ പറഞ്ഞത്. അപ്പം അപ്പീൽ ടു അതോറിറ്റി ഫാലസി നിങ്ങൾ ഇനി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് വിക്കിപീഡിയ എങ്കിലും നിങ്ങൾ നോക്കും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും റെഫറൻസ് വെച്ചിട്ടോ എക്സ്പേർട്ട് ഒപ്പീനിയൻസിനോ എടുത്ത് ഒരു ആർഗ്യുമെൻ്റ് വയ്ക്കുമ്പോൾ അത് അപ്പീൽ ടു അതോറിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ആദ്യം പറയാനുള്ളത് മിനിമം വിക്കിപീഡിയ എൻട്രി എങ്കിലും വായിച്ചിട്ട് അപ്പീൽ ടു അതോറിറ്റി ഫാലസി വായിക്കുക എന്നാണ്. പക്ഷേ അപ്പീൽ ടു അതോറിറ്റി ഫാലസിയെക്കുറിച്ച് വിക്കിപീഡിയ എന്ന് പഠിക്കുന്ന ഒരു നല്ല പ്രാക്ടീസ് അല്ല. കാരണം വിക്കിപീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേമാൻ നോക്കുന്ന ഒരു സൈറ്റ് മാത്രമാണ്. അതിൽ അക്യുറേറ്റ് ആവണമെന്നില്ല. നമുക്ക് കുറച്ചും കൂടി ലെവൽ മുമ്പോട്ട് പോകാം. നമുക്ക് ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിയിൽ നോക്കാം. അവിടെ അപ്പീൽ ടു അതോറിറ്റിയെ കുറിച്ച് എന്താണ് പറഞ്ഞത് നോക്കാം. മോസ്റ്റ് റീസണിങ് ഓഫ് ദിസ് കൈൻഡ് ഈസ് നോട്ട് ഫലേഷ്യസ്. ഭൂരിഭാഗം കാര്യങ്ങളിലും ഇത്തരം റീസണിങ് ഫലേഷ്യസ് അല്ല. ആൻഡ് മച്ച് ഓഫ് അവർ നോളജ് പ്രോപ്പർലി കംസ് ഫ്രം ലിസണിങ് ടു അതോറിറ്റീസ്. നമ്മുടെ ഭൂരിപക്ഷം അറിവുകളും ഇത്തരം അതോറിറ്റീസിനെ കേൾക്കുന്നത് കൊണ്ടാണ് വരുന്നത്. ഹൗവർ, appealing to authority as a reason to believe something is fallacious when the authority appealed to is not really an authority in the particular subject. നിങ്ങൾ അപ്പീൽ ചെയ്യുന്ന ആൾ ആ വിഷയത്തിൽ ഒരു അതോറിറ്റി അല്ലെങ്കിൽ അത് ഫെലേഷ്യസ് ആണ്. അല്ലെങ്കിൽ ദാറ്റ് അതോറിറ്റി കനോട്ട് ബി ട്രസ്റ്റഡ് ടു ടെൽ ദ ട്രൂത്ത്. നല്ല ക്രെഡൻഷ്യൽസ് ഇല്ലാത്ത, കള്ളത്തരം കാണിക്കുകയും നല്ല ട്രാക്ക് റെക്കോർഡും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ കോട്ട് ചെയ്യുന്നതെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റി ഫാലസിയാണ്. വെൻ അതോറിറ്റീസ് ഡിസഗ്രി ഓൺ ദിസ് സബ്ജക്ട്, അതായത് അങ്ങനെ കൺസെൻസസ് ഇല്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ തിയററ്റിക്കൽ ഫിസിക്സിലെ സ്ട്രിംഗ് തിയറിയാണ് ശരി ബിക്കോസ് ഷോൺ കാരൽ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തരം അപ്പീൽ ടു അതോറിറ്റി. കാരണം ഈ സ്ട്രിംഗ് തിയറി ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺസെൻസസ് ഒന്നും തിയററ്റിക്കൽ ഫിസിക്സിൽ വന്നിട്ടില്ല. അപ്പോൾ ഇന്റർനെറ്റ് എൻസൈക്ലോപീഡിയ ഫിലോസഫിയിൽ പോലും അപ്പീൽ ടു അതോറിറ്റിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇത് തന്നെയാണ്. ഒരു തെറ്റായ അതോറിറ്റി അല്ലെങ്കിൽ ഒരു ഫോൾസ് എക്സ്പേർട്ട് അല്ലെങ്കിൽ നോളജബിൾ അല്ലാത്ത എക്സ്പേർട്ട് അഥവാ കോൺട്രവേഴ്ഷ്യൽ ഒപ്പീനിയൻ പറയുന്ന ആൾ അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത എക്സ്പേർട്സ് ഇവരെയൊക്കെ കോട്ട് ചെയ്യുന്നതാണ് അപ്പീൽ ടു അതോറിറ്റി. അല്ലാതെ മിക്ക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അപ്പീൽ ടു അതോറിറ്റി അല്ല. ഇനി നമുക്ക് സ്റ്റാൻഫോർഡ് എൻസൈക്ലോപീഡിയ ഓഫ് ഫിലോസഫിയിൽ അപ്പീൽ ടു അതോറിറ്റിയെ പറ്റി പറഞ്ഞ കാര്യം നോക്കാം. ഇതിൽ പോയാൽ ഈ അപ്പീൽ ടു അതോറിറ്റിയുടെ ഒരു ചരിത്രം നിങ്ങൾക്ക് മനസ്സിലാക്കും. ആരാണ് അപ്പീൽ ടു അതോറിറ്റി ഫാലസി ആദ്യമായിട്ട് ലോകത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് മറ്റാരുമല്ല, ജോൺ ലോക്കാണ്. ഇപ്പോൾ ജോൺ ലോക്ക് ഇതിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ലോക്ക് പറഞ്ഞതിൻ്റെ ഒരു മിസ്റീഡിംഗ് ആണ് ഇന്ന് എല്ലാവരും ഈ അപ്പീൽ ടു അതോറിറ്റി ഫാലസി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. It seems unlikely, however, that Locke thought we should never rely on the expertise and superior knowledge of others when engaged in knowledge gathering and argumentation. ആർഗ്യുമെന്റ് പറയാനും നോളജ് ഗ്യാതറിങ്ങിലും എക്സ്പെർട്ടൈസ് ഉള്ളവരെ നമ്മൾ ഉപയോഗിക്കരുത് എന്നത് ലോക്ക് ഉദ്ദേശിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. ഇറ്റ് സീംസ് അൺലൈക്ലി. ദിസ് ലീഡ്സ് us to consider what kind of authority Locke might have had in mind. In addition to epistemic and legal authority, there is also what might be called social authority. അത്തരം ആളുകളെ കോട്ട് ചെയ്തുകൊണ്ട് ആർഗ്യുമെന്റ് വെക്കരുത് എന്നാണ് ലോക്ക് പറയുന്നത്. കാരണം ലോക്ക് ഉപയോഗിച്ച വാക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിനൻസി, ഡിഗ്നിറ്റി, ബ്രീച്ച് ഓഫ് മോഡസ്റ്റി, ഹാവിങ് ടു മച്ച് പ്രൈഡ്, ഇത്തരം വാക്കുകൾ വെച്ചാണ് അദ്ദേഹം ഈ ഫാലസിയെ കുറിച്ച് അദ്ദേഹത്തിന്റെ ആദ്യ വർക്കിൽ പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹം ഈ എക്സ്പെർട്ടൈസ് ഉള്ളതോ നോളേജിലുള്ളതോ ഒരു ഡൊമൈൻ എക്സ്പെർട്ടിനെ കോട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് സോഷ്യൽ അതോറിറ്റീസ് ആണ്. അതായത് ഇത്തരം സമൂഹത്തിൽ ഞങ്ങൾ ഭയങ്കര ഉയർന്ന സ്ഥാനത്തിലുള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് വിശ്വസിക്കണം എന്ന് പറയുന്ന ആ ഒരു രീതി ഓഫ് തോട്ട്സ്, അതിനെയാണ് പുള്ളി ഉദ്ദേശിച്ചത്. അപ്പോൾ 3 തരം അതോറിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. എപ്പിസ്റ്റമിക് അതോറിറ്റി, ലീഗൽ അതോറിറ്റി ആൻഡ് സോഷ്യൽ അതോറിറ്റി. ഇവിടെ സോഷ്യൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ താരങ്ങൾ, ഇൻഫ്ലുവൻസേഴ്സ്, സോഷ്യൽ മീഡിയ സ്റ്റാർസ്, അഥവാ ഇങ്ങനെ ഇൻഡിപെൻഡൻറ്റ് യൂട്യൂബേഴ്സ്, ഇങ്ങനെയുള്ള ഇൻ്റർനെറ്റ് സെലിബ്രിറ്റീസ് അഥവാ മീഡിയ സെലിബ്രിറ്റീസ്, അല്ലാതെ എപ്പിസ്റ്റമിക് അതോറിറ്റീസ് അഥവാ ഈ വിഷയത്തിൽ പഠിക്കുന്ന എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ കോട്ട് ചെയ്യുന്നത് തെറ്റാണെന്ന് ലോക്ക് പോലും ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെ അപ്പീൽ ടു അതോറിറ്റി ആണെങ്കിൽ യൂണിവേഴ്സിറ്റീസ് ഫുൾ അപ്പീൽ ടു അതോറിറ്റി ആയിരിക്കുമല്ലോ. കാരണം യൂണിവേഴ്സിറ്റീസിൽ ബേസിക്കലി നിങ്ങളുടെ ജോലി തന്നെ ഈ വിഷയത്തിലുള്ള എക്സ്പേർട്സിനെ സൈറ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങളൊരു റിസർച്ച് ചെയ്യണമെങ്കിൽ എനിക്കൊരു യൂട്യൂബ് വീഡിയോ കണ്ടു, ഞാനൊരു PPT പ്രസൻറ്റേഷൻ കണ്ടു എന്നതല്ല അവിടെ ചെയ്യുന്നത്. ഈ വിഷയത്തിൽ വർഷങ്ങളായിട്ട് നടന്ന എക്സ്ചേഞ്ചുകൾ, എക്സ്പേർട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പബ്ലിഷ് ചെയ്ത് നടന്ന 10-15 കൊല്ലമൊക്കെ ആയിരിക്കും ചില എക്സ്ചേഞ്ച് നടക്കുന്നത്. ഈ 10-15 കൊല്ലം നടന്ന എക്സ്ചേഞ്ചുകൾ മൊത്തം ഇരുന്ന് വായിക്കുക.
ആ വിഷയത്തിലുള്ള എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് ഫുള്ള് വായിച്ചിട്ടാണ് നമുക്കൊരു ഒപ്പീനിയൻ അതിനകത്ത് ഫോം ചെയ്യാൻ പറ്റുന്നത്. ആ എക്സ്പേർട്സിനെ വായിച്ച് സ്വയം ഒരു എക്സ്പേർട്ട് ആവുന്ന ഒരു ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അപ്പീൽ ടു അതോറിറ്റി ആവത്തില്ലേ? ഈ ഒരു അപ്പീൽ ടു അതോറിറ്റി ഫാലസി ആണെന്ന് പറയുന്നവരുടെ ഒരു റീസണിങ് എടുക്കുകയാണെങ്കിൽ, ഇതൊക്കെ അപ്പീൽ ടു അതോറിറ്റി ഫാലസി ആണെന്ന് കരുതുന്നവർ യൂണിവേഴ്സിറ്റീസ് പോയിട്ട് പഠിക്കുന്നതൊക്കെ അപ്പീൽ ടു അതോറിറ്റി ഫാലസി ആണ് എന്ന് കരുതുന്നവരായിരിക്കും. എല്ലാവരും വീട്ടിൽ ഇരുന്ന് സ്വന്തമായിട്ട് തന്നെ ആർഗ്യുമെൻറ്റിൻ്റെ മെറിറ്റ് മനസ്സിലാക്കി ചിന്തിച്ചാൽ മതിയല്ലോ. പിന്നെന്തിനാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻസും യൂണിവേഴ്സിറ്റീസും ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? ഈ നമ്മളുണ്ടാക്കിയ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വേസ്റ്റാണ്. സോഷ്യോളജി ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്, സയൻസ് ഒരു വേസ്റ്റ് ഓഫ് ടൈമാണ്. കാരണം ഇവിടെ എല്ലാം എന്താണ് നടക്കുന്നത്? നിങ്ങൾ പോകുന്നു, 100 വർഷത്തെ എക്സ്പേർട്സുകളുടെ തർക്കങ്ങളും അക്കാഡമിക് പേപ്പേഴ്സും നിങ്ങൾ റെഫർ ചെയ്യുന്നു, വായിക്കുന്നു, നിങ്ങൾ സ്വയം എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുന്നു. എവറിത്തിങ് ഈസ് അപ്പീൽ ടു അതോറിറ്റി. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിതിപ്പോൾ വലിയ കാര്യമായിട്ട് പറഞ്ഞാലും ആളുകൾ, ഈ കോൺസ്പിറസി തിയറി കൊണ്ടു നടക്കുന്ന ആളുകൾ ഇത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. അവർ പല സ്ട്രാറ്റജി വെച്ചിട്ടായിരിക്കും അതിനെ മറുപടി പറയാൻ ശ്രമിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് അവർ പറയുന്നത് എക്സ്പേർട്സിന് എപ്പോഴും ശരിയാവാൻ പറ്റില്ല എന്നാണ്. എക്സ്പേർട്സ് എപ്പോഴും ശരിയാവണ്ട ഈ വാദം പറയാൻ. നമ്മൾ ഒരു എക്സ്പേർട്ടിനെ റിലൈ ചെയ്യുന്നത് എക്സ്പേർട്സ് എപ്പോഴും ശരിയായതുകൊണ്ടല്ല, ഒരു സാധാരണ വ്യക്തി ചെയ്യുന്നതിലും കൂടുതൽ ശരിയാകാൻ സാധ്യത അവരുള്ളതുകൊണ്ടാണ്. നിങ്ങൾ ഡോക്ടറിനെ കാണുന്ന ഡോക്ടർ പറഞ്ഞാൽ എപ്പോഴും ശരിയാവുന്നതുകൊണ്ടാണോ? അല്ല. ഡോക്ടർ പറയുന്ന ചില കാര്യങ്ങൾ തെറ്റാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് നിങ്ങൾ എപ്പോഴും രോഗം വരുമ്പോൾ നിങ്ങൾ പ്ലംബറിനെ പോയി കാണുമോ? അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഈ ആർഗ്യുമെന്റ് ശരിയാണ്. അങ്ങനെ നിങ്ങൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആർഗ്യുമെന്റ് ശരിയാണ്. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. നമ്മൾ ഡോക്ടറിനെ പോകുന്നുണ്ട്, ഡോക്ടർ തെറ്റായ കാര്യങ്ങൾ പറയാനുള്ള സാധ്യത മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എക്സ്പേർട്സ് പറയുന്നത് എപ്പോഴും ശരിയാണെന്നല്ല പോയിന്റ്. ഇവിടുത്തെ പോയിന്റ് എക്സ്പേർട്സ് കൂടുതൽ കാര്യങ്ങളിലും അവർ പറയുമ്പോൾ ശരിയായിരിക്കും. അപ്പോൾ ഈ മറുപടി എവിടെയെങ്കിലും പണ്ട് നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ പറഞ്ഞപ്പോഴും കുറേ പേര് ചാറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പേർട്സ് ഒപ്പീനിയൻ എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമില്ലെന്ന്. അതൊന്നും നമ്മുടെ വാദമല്ല. നമ്മുടെ വാദം നിങ്ങൾ പറയുന്നതിലും ശരിയാവാൻ സാധ്യത അവരുണ്ടാവും. നിങ്ങൾ 10 കാര്യങ്ങൾ അഭിപ്രായം പറയുന്നു, എക്സ്പേർട്സ് 10 കാര്യങ്ങൾ അഭിപ്രായം പറയുന്നു. ഏറ്റവും കൂടുതൽ ശരിയാവാനുള്ള സാധ്യത ആർക്കാണ്? നിങ്ങൾക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും പറയുന്നില്ല. എന്തുകൊണ്ട് എക്സ്പേർട്സ് തെറ്റാണ് എന്നതിന് എക്സ്ട്രാ ആർഗ്യുമെൻറ്റും സ്ട്രോങ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഉള്ള ആളുകളെ മാത്രമേ നമ്മൾ സീരിയസ് ആയിട്ട് കേൾക്കാവൂ. എക്സ്പേർട്സിൻ്റെ മെജോറിറ്റി ഒപ്പീനിയൻ റിജക്റ്റ് ചെയ്ത് ഫ്രിഞ്ച് ആയിട്ടുള്ള വ്യൂസ് നമ്മുടെ സമൂഹത്തിൽ പുഷ് ആവാൻ നോക്കുന്ന കുറച്ച് കേസ് സ്റ്റഡീസ് നമുക്ക് നോക്കാം. വേൾഡ് വാർ 2 സമയത്ത് ജൂതന്മാരുടെ കൂട്ടക്കൊല നടന്നത് ഒരു കെട്ടുകഥയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ടെലഗ്രാം, വാട്സപ്പ് അങ്ങനെ പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ അവരോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ ഇതിനെന്താ തെളിവ്? ഇതിപ്പോൾ മിക്ക ചരിത്രകാരന്മാരും നിങ്ങൾ പറയുന്നല്ലോ പറയുമ്പോൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു ഉത്തരം, ഇത് ശരിക്കും ഒരാൾ പറഞ്ഞൊരു ഉത്തരമാണ്. അപ്പീൽ ടു അതോറിറ്റി 99 ഹിസ്റ്റോറിയൻസും ആണ് ഇത് പറയുന്നത് എന്ന് വെച്ചാൽ അത് ട്രൂ ആണോ എന്നാണ്. അത് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. മിക്ക ചരിത്രകാരും തെറ്റാണ്. ഞാൻ കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യനുണ്ട്, ഞങ്ങളെപ്പോലെ ഫ്രിഞ്ച് വ്യൂ പറയുന്ന ബുദ്ധിയുള്ള മനുഷ്യനുണ്ട്. ഐ എം നോട്ട് എ കോൺസ്പിറസി തിയറിസ്റ്റ്, ഐ ഡു മൈ ഓൺ റിസർച്ച്. ഇത്തരം കോൺസ്പിറസി തിയറി പറയുന്ന ആളുകളോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും വരുന്നത്. ഉദാഹരണത്തിന്, എന്തുകൊണ്ട് നിങ്ങൾ ജൂതന്മാരുടെ കൂട്ടക്കൊല അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് എല്ലാം കമ്മികളാണ്, അഥവാ അമേരിക്കൻ ഗൂഢാലോചന ഇതിന് പുറകിലുണ്ട്, അമേരിക്കയ്ക്ക് നാണക്കേടാണ്. അതൊക്കെ കോൺസ്പിറസി തിയറി. അതൊന്നും ഒരു സ്ട്രോങ് ആർഗ്യുമെൻ്റേ അല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കേസ് മേക്ക് ചെയ്യാനുള്ള ഒരു ആർഗ്യുമെൻ്റേ അതല്ല. നിങ്ങൾ കൃത്യമായിട്ട് കാണിക്കണം എന്തുകൊണ്ട് ഹിസ്റ്റോറിയൻസ് തെറ്റാണ്, വിത്ത് ബെറ്റർ ക്വാളിറ്റി എവിഡൻസ് വെച്ചിട്ട് ഹിസ്റ്റോറിയൻസ് തെറ്റാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതേമാതിരി വരുന്ന വേറൊരു വിഷയമാണ് ഇപ്പം ഇന്നത്തെ ഒരു അക്കാഡമിക് കൺസെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡർ ഒരു സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നാണ്. അപ്പോൾ ജെൻഡർ സോഷ്യൽ കൺസ്ട്രക്റ്റ് വന്നത് എങ്ങനെയാണെന്ന് ഒരു ഈ ഇൻസൽ ഐഡിയോളജിയും അങ്ങനെ ആൻറ്റി ഫെമിനിസം ഒക്കെ പറഞ്ഞ് സ്ത്രീ വിരുദ്ധത ഒക്കെ പരത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ ഒരു കമൻറ്റ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. They can override societal rules, but for low status men, neither is available. So they need to concoct intellectual ideologies to validate their life choices. Dear men, that's the history of gender as a social construct. അതായത് ഇങ്ങനെ ലോ സ്റ്റാറ്റസ് ആയിട്ടുള്ള മനുഷ്യർക്ക് ഇപ്പോൾ അങ്ങനെ നിൽക്കണമെങ്കിൽ ഞങ്ങൾ ഭയങ്കര സംഭവമാണ് എന്നുള്ള ഐഡിയോളജിക്കൽ സംഭവങ്ങൾ കൊണ്ടുവരണം. അങ്ങനെയാണ് ഈ ജെൻഡർ ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണ് എന്ന ഐഡിയ. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസൽ ഐഡിയോളജി പുഷ് ചെയ്യുകയാണ്. ഒരു ഫ്രിഞ്ച് കോൺസ്പിറസി തിയറീസ് ആണ് ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ചോദിക്കുന്നത് ഒരു തരം അപ്പീൽ ടു അതോറിറ്റിക്ക് വേണ്ടിയല്ലേ എന്നാണ്. നിങ്ങൾ വായിച്ചതിലും കൂടുതൽ പേപ്പർ വായിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നെറ്റ്വർക്ക് ഈ ഒരു ഒപ്പീനിയനിലേക്ക് എത്തുമ്പോൾ നിങ്ങളിത് പറയാനുള്ള റീസൺ എന്താണ്?
ഇന്നത്തെ അക്കാഡമീഷ്യൻസ് എല്ലാം ജനറൽ സോഷ്യൽ കോൺസ്ട്രക്റ്റ് ആണെന്ന് പറയുമ്പോൾ അവർ അതിന് പറയാനുള്ള ഉത്തരം എന്ന് വെച്ചാൽ വോക്കുകൾ ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ കുറേ പോസ്റ്റ് മോഡേണിസ്റ്റുകൾ അക്കാഡമിയിൽ വന്നതുകൊണ്ടാണ് എന്നൊരു ഉടായ്പ ഉത്തരമായിരിക്കും അവർ തരുന്നത്. അതൊന്നും ഒരു ആർഗ്യുമെൻ്റേ അല്ല. ഈ വിഷയത്തിൽ പഠിക്കുന്ന എക്സ്പേർട്സ് എന്തുകൊണ്ട് തെറ്റാണെന്നുള്ള ബർഡൻ ഓഫ് പ്രൂഫ് അവർക്കുണ്ട്. അതിനുവേണ്ടി അവരൊരു ആർഗ്യുമെൻറ്റ് വെക്കാറില്ല. അവരൊരു മായാലോകത്ത് ജീവിക്കുകയാണ്. എക്സ്പേർട്സിലെല്ലാം മണ്ടന്മാരാണ്, എക്സ്പേർട്സ് ഒന്നും എനിക്കത്രയുള്ള ഞാൻ കണ്ടുപിടിച്ച ഈ രഹസ്യം എക്സ്പേർട്സിന് അറിയത്തില്ല, അവിടെ എല്ലാം വോക്കായിട്ടുള്ള കുറേ ആളുകൾ വന്നുകൊണ്ടാണ് എന്നൊരു സ്വന്തമായിട്ട് റാഷണലൈസ് ചെയ്യുന്ന ഉത്തരം കണ്ടുപിടിക്കും. ഇപ്പം ഇത് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വ്യക്തി അവർ ഫ്രീ മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി പോയി കമൻറ്റ് ചെയ്തതാണ്, ഈ നിങ്ങൾ പറയുന്ന വ്യൂ അല്ലല്ലോ ഒരു മെയിൻ സ്ട്രീം വ്യൂ, നിങ്ങൾ ഈ പറയുന്ന വ്യൂ അവർ ഓസ്ട്രിയൻ എക്കണോമി എന്തോ ആണ് ശരിയായിട്ടുള്ള എക്കണോമി എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അവിടെ വന്ന് ചോദിച്ചോണ്ട് മെജോറിറ്റി എക്കണോമിസ്റ്റുകൾ നിങ്ങൾ പറയുന്ന ഈ എക്സ്ട്രീം എപ്രയോറിസവും ഇങ്ങനെയുള്ള നിരീക്ഷണം ഇല്ലാത്ത രീതിയിലുള്ള പഠനങ്ങളാണ് എടുക്കേണ്ടതെന്നുള്ള ഒപ്പീനിയനൊന്നും ഇല്ലല്ലോ, നിങ്ങൾ പറയുന്നത് ഒരു ഭയങ്കര ഫ്രിഞ്ച് വ്യൂ ആണല്ലോ, അതെന്താന്ന് ചോദിച്ചപ്പോൾ ഉടനെ പുള്ളി പറഞ്ഞാണ്, ദിസ് ഈസ് വാട്ട് അപ്പീൽ ടു അതോറിറ്റീസ്. Just because most economics share a view doesn't automatically make it true. Truth is not decided by putting it on expert vote. ഇതാണ് അപ്പീൽ ടു അതോറിറ്റി. ഒരുപാട് എക്കണോമിസ്റ്റുകൾ പറയുന്നതുകൊണ്ട് തങ്ങൾ അത് വിശ്വസിക്കുന്നു, അതായത് മെജോറിറ്റി എക്സ്പേർട്സ് പറയുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ശരിയാന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള എക്സ്പേർട്സോ അവരൊന്നും നിങ്ങൾ എടുക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഈ കോൺസ്പിറസി തിയറീസും അല്ലെങ്കിൽ അൺജസ്റ്റിഫൈഡ് ആർഗ്യുമെന്റ്സും നമ്മുടെ സമൂഹത്തിലേക്ക് പുഷ് ആവുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇന്നുള്ള പല റൈറ്റ് വിങ് ഐഡിയോളജീസും പുഷ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും മെയിൻ സ്ട്രീം ആയിട്ട് ഈ വിഷയങ്ങളെ പഠിക്കുന്ന ആളുകളെ റെഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ തെറ്റാണെന്ന് പറയുന്നു. അവർ തെറ്റാണ് എന്നുള്ളൊരു ഒപ്പീനിയനാണ്. ഞങ്ങൾക്ക് സത്യം അറിയാം, ഈ വിഷയത്തിലുള്ള ഫ്രിഞ്ച് ആയിട്ടുള്ള ആളുകൾ പറയുന്നതാണ് ശരി എന്ന ഒപ്പീനിയൻ എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ റെഫറൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അത് അപ്പീൽ ടു അതോറിറ്റിയാണെന്ന് പറയുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ പഠിക്കുന്ന എക്സ്പേർട്സിൻ്റെ ഭൂരിഭാഗം ഒപ്പീനിയൻ നിങ്ങളിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ്. നമ്മുടെ ഇൻഡ്യൂഷൻസിന് വിരുദ്ധമായിട്ടാണ് ഭൂരിഭാഗം എക്സ്പേർട്സുകളുടെയും ഒപ്പീനിയൻസ്. ഒരു ഡൊമെയിൻ എടുക്കുമ്പോൾ ആ ഡൊമെയിനിലെ എക്സ്പേർട്സിൻ്റെ ഭൂരിഭാഗം ആളുകൾ നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഇൻഡ്യൂഷൻ എടുക്കുന്നില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തെറ്റാവാനുള്ള സാധ്യതയാണ് ഏറെ. എനിക്കിഷ്ടമുള്ള വ്യൂ മെജോറിറ്റി ആളുകൾ പറയുന്നു എന്നല്ല അവിടുത്തെ ആർഗ്യുമെൻറ്റ്. നിങ്ങളുടെ ഇൻഡ്യൂഷൻസിന് വിരുദ്ധമായിട്ടാണ് കൂടുതൽ എക്സ്പേർട്സും പറയുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻഡ്യൂഷൻ തെറ്റാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പുള്ളി പറയുന്നത് നമ്മുടെ സർക്കാരിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇഷ്ടമല്ല, അതുകൊണ്ട് സർക്കാർ ക്യാൻസൽ ചെയ്യുന്നതാണ്. അതൊക്കെ വളരെ തെറ്റായ സംഭവമാണ്. സ്കൂളുകളൊക്കെ പഠിപ്പിക്കുന്ന സംഭവം തന്നെയാണ്. ആക്ച്വലി ഈ സ്കൂളുകൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ഹിസ്റ്ററി ഓഫ് എക്കണോമിക് മെത്തേഡ് എന്നുള്ള പുസ്തകമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രിയൻ സ്കൂളൊക്കെ പഠിപ്പിക്കുന്ന കാണാം. ഇന്നും എക്കണോമിക് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇവരിത് പഠിക്കുന്നത് ചരിത്രത്തിൽ വന്ന പല എക്കണോമിക് മെത്തേഡിലും ഒരു മെത്തേഡ്, പല സ്കൂൾ ഓഫ് തോട്ടിൽ ഒരു സ്കൂൾ ഓഫ് തോട്ട്. അതിൽ ചില കാര്യങ്ങൾ അന്ന് റെലവൻ്റ് ആയിരുന്നു, ഇന്ന് അത് തള്ളപ്പെട്ടു. ഇന്ന് തള്ളപ്പെടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതിനെ ഒരു എംപിരിക്കൽ പഠനങ്ങളൊന്നും നമുക്ക് നടത്തേണ്ടത്, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെർബൽ ലോജിക്ക് വെച്ച് ഇൻഡ്യൂഷൻ വെച്ചിട്ട് എല്ലാ സത്യങ്ങളും ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സദ്ഗുരുക്കളാണ് എന്ന രീതിയിൽ അവർ ഉറച്ചു നിന്നുകൊണ്ടാണ് മെയിൻ സ്ട്രീമിൽ നിന്ന് ഇവർ തള്ളപ്പെട്ടത്. മാത്രമല്ല ഇന്നുള്ള മാക്രോ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എന്നൊരു ഡിസ്റ്റിങ്ഷനെ ഇവർ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സിസ്റ്റംസ്, ഒരു കൂട്ടം ആളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, മെത്തഡോളജിക്കൽ കളക്ടിവിസം എന്ന് പറയും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, രാജ്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഓർഗനൈസേഷൻസ് തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള സംഭവങ്ങളെയൊക്കെ പഠിക്കണമെങ്കിൽ നമ്മൾ മെത്തഡോളജിക്കൽ കളക്ടിവിസം എന്നൊരു മെത്തേഡ് എടുക്കണം. പക്ഷെ അതൊന്നും എടുക്കരുത് എന്ന് ഷാഠ്യം പിടിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഓസ്ട്രിയൻ എക്കണോമിക്സ്. അതൊന്നും നമ്മൾ നോക്കണ്ടില്ല. രാജ്യങ്ങളുടെ പോളിസീസിനെ നമ്മൾ കളക്റ്റീവായിട്ട് നോക്കണ്ട, മെത്തഡോളജിക്കൽ ഇൻഡിവിജ്വൽ മാത്രം എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാശി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇവർ ഈ ഫ്രിഞ്ച് വ്യൂ ആയിട്ട് പോയത്. അപ്പോൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മെത്തഡോളജിക്കൽ കളക്ടിവിസം എന്ന മെത്തഡോളജി വെച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവരത് എടുക്കണ്ടെന്ന് വാദിക്കുന്നതുകൊണ്ടാണ് ഇവർ ഫ്രിഞ്ചായി പോയത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് ഉപയോഗിക്കരുതെന്നാണ് ഇവർ പറയുന്നത്. മാത്തമാറ്റിക്കൽ മോഡൽസ് നമ്മൾ എക്കണോമിക്സിൽ ഉണ്ടാക്കരുത്. ഒരു പ്രതിഭാസത്തെയും പഠിക്കാൻ മാത്തമാറ്റിക്കൽ മോഡൽസ് ഉണ്ടാക്കരുത്. ഇങ്ങനെ വെർബൽ ലോജിക്ക്, ഇങ്ങനെ ലോജിക്കലി നമുക്ക് ഇങ്ങനെ പറഞ്ഞു കഥ പറയുന്ന മാതിരി ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിങ്ങനെയാണ്, അതിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ഇതിൽ നിന്ന് ഇങ്ങനെ ഇട്ട്, ഇതാണ് നടക്കാൻ പോകുന്നത്, ടേക്ക് ഇറ്റ് ആൻഡ് ഗോ എന്ന രീതിയിലുള്ള കുറേ പ്രഭാഷണങ്ങൾ, കുറേ നമ്മുടെ പണ്ടുള്ള തത്വചിന്തകരും ആത്മീയ ആചാര്യരും ഒക്കെ പണ്ട് ചെയ്തിരുന്ന ആം ചെയർ ഫിലോസഫി പുഷ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവർ മെയിൻ സ്ട്രീമിൽ നിന്ന് താഴെപ്പെട്ടത്. അതാണ് ആക്ച്വലി നടന്നിട്ടുള്ളത്. പക്ഷെ അതൊന്നും തന്നെ ഇവിടെയുള്ള ആളുകൾ അറിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു കോമഡി എന്ന് പറഞ്ഞത്. മെയിൻ സ്ട്രീം അക്കാഡമിക്സ് ഇങ്ങനെ എല്ലാത്തിലും ഇത് പോയി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് കൃത്യമായ ബോധ്യമുള്ളവരാണ്. ഇന്ന് എക്കണോമിക്സ് പഠിക്കുന്ന ആളുകൾ പോലും
ഈ വ്യൂ എടുക്കാത്തത് അതുകൊണ്ടാണ്. ഇത്തരം ഇവരുടെ വാശികളും ഇത്തരം ഇവരുടെ ഫ്രിഞ്ച് വ്യൂസും ഒക്കെ കൊണ്ടാണ്. അല്ലാതെ സർക്കാരിന് ഇവരോട് ദേഷ്യമൊന്നുമായിട്ടൊന്നുമല്ല. അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഓരോരുത്തർ വെക്കുന്നത്. ഇത് മതത്തിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ആവുന്നത്? ഖുറാൻ ശരിയാണ് കാരണം മുഹമ്മദ് നബി പറഞ്ഞുകൊണ്ട് ഖുറാൻ ശരിയാന്ന് പറയുന്ന പോലെ അല്ലേ എന്നാണ്. അങ്ങനെയാണോ ഈ അക്കാഡമിക് വിഷയങ്ങൾ? ഇതൊക്കെയാണ് ഈ ഒരു കോൺസ്പിറസി തിയറീസിൽ വിശ്വസിക്കാനുള്ള മനുഷ്യന്റെ ടെൻഡൻസി. ഇങ്ങനെയാണ് ആന്റി ഇന്റലക്ച്വലിസവും റൈറ്റ് വിങ് മൂവ്മെന്റും സമൂഹത്തിൽ ഇങ്ങനെ പ്രബലമാവുന്നത് ഇത്തരം ഫലേഷ്യസ് ആർഗ്യുമെന്റ് വെച്ചിട്ടാണ്. കാരണം ഇത് ഒരു കോമൺ മാനെ സംബന്ധിച്ച് ശരിയാണല്ലോ, മുഹമ്മദ് നബി പറഞ്ഞിട്ടാണ് ഖുറാൻ ശരിയാന്ന്. അപ്പൊ പിന്നെ എക്സ്പേർട്സ് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് വിശ്വസിക്കുന്നു? ഇല്ല, ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഈ ആർഗ്യുമെന്റ് മെറിറ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് അപ്പീൽ ടു അതോറിറ്റി ഫാലസി ഒന്നുമല്ല. ഇങ്ങനെയല്ല അപ്പീൽ ടു അതോറിറ്റി ഫാലസി എന്നൊക്കെ പറഞ്ഞാലും അവർ അംഗീകരിക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഉദാഹരണം ഈ ഓസ്ട്രിയൻ എക്കണോമിക്സിന്റെ ഫോളോവർ പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, when Copernicus said the earth revolved around the sun, 99% experts rejected it as fringe view then. If you are someone who blindly follow these experts, you will reject Copernicus without even looking into the merits of his arguments. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ ചരിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും മൈനോറിറ്റി വ്യൂ ആയിട്ടുള്ള ഫ്രിഞ്ച് വ്യൂസിന് എക്സ്ട്രാ ബേർഡൻ എടുത്ത് എക്സ്ട്രാ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് എക്സ്ട്രാ പോസിറ്റീവ് ആർഗ്യുമെന്റ്സ് വെക്കുമ്പോഴാണ് അത് മെയിൻ സ്ട്രീം ആവുന്നത്. ഇപ്പോൾ കോപ്പർനിക്കസിൻ്റെ കാര്യത്തിൽ നടന്നതാണ്. കോപ്പർനിക്കസിൻ്റെ കാര്യത്തിൽ അവർ എക്സ്ട്രാ സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോഴാണ് അത് ശരിയാണെന്ന് മനസ്സിലായത്. അങ്ങനെയാണ് അത് മെയിൻ സ്ട്രീം ആവുന്നത്. അല്ലാതെ അയാൾ ഫ്രിഞ്ചാണ് എങ്കിൽ അയാൾ അങ്ങ് എടുക്കാമെന്നല്ല. ആ ഫ്രിഞ്ച് വ്യൂ പറയുന്ന ആളുകളുടെ എക്സ്ട്രാ എവിഡൻസ് എന്തായിരുന്നു, എന്തുകൊണ്ട് മെജോറിറ്റി തെറ്റാണെന്നുള്ള പോയിന്റ്സ് അവർ പറഞ്ഞു എന്നതാണ് നോക്കേണ്ടത്. ഓസ്ട്രിയൻ സ്കൂളിൽ അത് കാണുന്നില്ല. ഓസ്ട്രിയൻ സ്കൂളിൽ നമ്മൾ കാണുന്ന കാലം പോകും തോറും മെയിൻ സ്ട്രീം വേറെ വഴിക്ക് പോകുന്നതാണ് കാണുന്നത്. കാരണം ഓസ്ട്രിയൻ വന്നിട്ട് കുറേ നാളായല്ലോ. ഓസ്ട്രിയൻ വന്നിട്ട് ഒരു 100 കൊല്ലമെങ്കിലും ആയി കാണും. ഓസ്ട്രിയൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് വന്നിട്ട് ഒരു 100 കൊല്ലമെങ്കിലും ആയി കാണും. ഇപ്പോഴും അത് മെയിൻ സ്ട്രീം ആയിട്ടില്ല. നാളെയോ മറ്റന്നാളോ അതൊക്കെ മെയിൻ സ്ട്രീം ആകും എന്നൊരു ഹോപ്പിലാണ് ആളുകൾ കരുതുന്നതെങ്കിൽ എനിക്കൊന്നും പറയില്ല. പിന്നെ അദ്ദേഹം ചാലഞ്ച് ഒക്കെ, ഇഫ് യു തിങ്ക് ദിസ് ഇസ് ട്രൂ, ഫസ്റ്റ് ഹാവ് ദി ഗട്ട്സ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് എ ഫാലസി. ഇത് അപ്പീൽ ടു അതോറിറ്റി ഫാലസി അല്ല എന്നുള്ള ഗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത്. അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു ഫ്രിഞ്ച് വ്യൂസ് സമൂഹത്തിൽ വരുന്നതിൻ്റെ ഒരു പ്രശ്നം. എവറി ഫ്രിഞ്ച് തിയറിസ്റ്റ് ബിലീവ്സ് ദേ ആർ റൈറ്റ്. അപ്പോൾ ഇത്തരം സൂഡോ സയൻസ് പറയുകയും കോൺസ്പിറസി തിയറി പറയുകയും അൺജസ്റ്റിഫൈഡ് ആർഗ്യുമെന്റ്സ് പറയുന്ന ആളുകളെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഇത് അപ്പീൽ ടു അതോറിറ്റി അല്ല എന്ന് പറഞ്ഞ് സ്കൂൾ ചെയ്യുക. അപ്പീൽ ടു അതോറിറ്റിയുടെ വിക്കിപീഡിയ ലിങ്കോ ഇതൊക്കെ എടുത്ത് നോക്കിയിടെ നീ പറയുന്ന അപ്പീൽ ടു അതോറിറ്റി അല്ലെന്ന് പറയാൻ ശ്രമിച്ചു നോക്കുക. അല്ലാതെ അവരോടൊരു ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫ്യൂട്ടൈലാണ്. കാരണം നിങ്ങൾക്ക് 20 വർഷം ചർച്ച ചെയ്യാം. കാരണം നിങ്ങൾ എന്ത് ആർഗ്യുമെന്റ് കൊടുത്താലും ഈ കോൺസ്പിറസി തിയറി വിശ്വസിക്കുന്ന ആൾ അതിൻ്റെ റീസൺസ് കൊണ്ടുവരും. ഇപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് എർത്തറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, എടാ സയൻസ് ഇതാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അവരുടെ ഒരു തിയറി, അതുകൊണ്ടല്ല എന്ന് സയൻസ് ഇന്ന് 1950 നാസ ഇങ്ങനെ പോയപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നു, അതുകൊണ്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരുത്തരം. അപ്പം നിങ്ങളിത് അത് അന്വേഷിച്ചു പോയിട്ട് നിങ്ങൾ വന്ന് പറയുമ്പോൾ നിങ്ങൾ പറയട്ടെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണെന്ന് പറയും. ഇങ്ങനെ ഒരു 10-30 കൊല്ലം നടക്കും. ഈ 10-30 കൊല്ലത്തെ ചർച്ച ഓൾറെഡി അക്കാഡമിക്സ് നടന്നു കഴിഞ്ഞു കാണും. ആ 10-30 കൊല്ലത്തെ ചർച്ചയായിരിക്കും നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഏതെങ്കിലും വാട്സാപ്പിലോ യൂട്യൂബിലോ ടെലഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡിസ്കഷൻസിലോ ചെയ്യുന്ന ആ 10-30 കൊല്ലം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ റെഫറൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ റെഫറൻസ് പറയും. അയാളുടെ റെഫറൻസ് അക്കാഡമിക്കലി നോക്കുക, അയാളുടെ വർക്കിനെ പറ്റി അക്കാഡമിക്കലി വന്ന റെസ്പോൺസുകൾ എന്താണ്, അതിനുശേഷം വന്ന ചർച്ചകൾ എന്താണെന്ന് നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 10-30 കൊല്ലം സേവ് ചെയ്യാൻ പറ്റും. സോ ഇത്തരം കോൺസ്പിറസി തിയറി പറയുന്നവരോട് ഡീൽ ചെയ്യാനുള്ള ഫസ്റ്റ് സംഭവം അപ്പീൽ ടു അതോറിറ്റി അവരെ സ്കൂൾ ചെയ്യുക. രണ്ടാമത്തെ അവരുടെ റെഫറൻസ് ചോദിക്കുക. റെഫറൻസ് നോക്കിയിട്ട് അവരുടെ റെഫറൻസ് കൺസെൻഷ്യൽ വ്യൂ ആണെന്ന് നോക്കുക. കൺസെൻഷ്യൽ വ്യൂ അല്ലെങ്കിൽ അവരോട് പറയുക ഇത് കൺസെൻഷ്യൽ വ്യൂ അല്ല, അപ്പോൾ ബേർഡൻ ഓഫ് പ്രൂഫ് നിങ്ങളുടെയിലാണ്. എക്സ്പേർട്സ് എന്തുകൊണ്ട് തെറ്റാണെന്നുള്ള സ്ട്രോങ് എക്സ്ട്രാ ആർഗ്യുമെന്റ്സ് നിങ്ങൾ വെക്കേണ്ടതുണ്ട്. ഒരു രണ്ടുപേരും ഈക്വൽ ഫുട്ടിങ്ങിലല്ല. എക്സ്പേർട്സിനെ അപ്പീൽ ചെയ്യുന്ന ഒരാൾക്ക് കുറച്ച് ബേർഡൻ ഓഫ് പ്രൂഫേ ഉള്ളൂ. എക്സ്പേർട്സിനെ അപ്പീൽ ചെയ്യാതെ അതെല്ലാം തെറ്റാണ്, കൺസെൻസസ് വ്യൂ മെജോറിറ്റി വ്യൂ തെറ്റാണ് എന്ന് പറയുന്നതിലാണ് ബേർഡൻ ഓഫ് പ്രൂഫ് ഉള്ളത്. അപ്പോൾ ഇനി മുതൽ ഇത്തരം ഫാലസികളുടെ മിസ്യൂസിങ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞ പ്രിൻസിപ്പിൾസ് നിങ്ങൾ ഉപയോഗിക്കുക. ആൻഡ് ആൻറ്റി ഇൻ്റലക്ച്വലിസത്തെ റിജക്റ്റ് ചെയ്യുക. ഈ ആൻറ്റി ഇൻ്റലക്ച്വലിസമാണ് നമ്മുടെ സമൂഹത്തിൽ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പരത്തുന്നത്. അതിപ്പം സംവരണമാണെങ്കിലും ഇസ്രായേൽ പാലസ്തീൻ വിഷയമാണെങ്കിലും ചരിത്രമാണെങ്കിലും സാമൂഹിക വിഷയങ്ങളാണെങ്കിലും എല്ലാ ആൻറ്റി ഇൻ്റലക്ച്വലിസ്റ്റ് മൂവ്മെൻറ്റുകൾ, സ്വയം പ്രഖ്യാപിത ഇൻ്റലിജിസ്റ്റുകൾ ഞങ്ങൾക്ക് ആർഗ്യുമെൻ്റിൻ്റെ മെറിറ്റ് കണ്ടുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ആർഗ്യുമെൻ്റിൻ്റെ മെറിറ്റ് മനസ്സിലാകും എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. നന്ദി.